ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിക്ക വീടുകളിലെയും വലിയൊരു പ്രശ്നമാണ് കുഞ്ഞിന് തൂക്കം കൂടുന്നില്ല എന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പല അമ്മമാരും ചോദിക്കുന്ന ഈ സംശയത്തിന് ശാസ്ത്രീയമായ ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. വെറുതെ തടി വെപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷിയും ശാരീരിക ബലവും ഉണ്ടാകണം. ഈ ഒരു വീഡിയോയിൽ ഓരോ ഭക്ഷണത്തെക്കുറിച്ചും അവ എങ്ങനെ നൽകണം എന്നതിനെക്കുറിച്ചും ഞാൻ വിശദമായി പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് എന്തുകൊണ്ട് തൂക്കം വെക്കുന്നില്ല? ഒന്നാമത്തെ കാരണം ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടാകാം. അതായത് മാതാപിതാക്കളുടെ ശാരീരിക പ്രകൃതി കുഞ്ഞിനെ ബാധിക്കും. രണ്ടാമതായി ആവശ്യത്തിന് കലോറി കിട്ടുന്നില്ല. അതായത് കുഞ്ഞു കഴിക്കുന്നുണ്ടാകും, പക്ഷേ ആ ഭക്ഷണത്തിന് ആവശ്യമായ എനർജി ഡെൻസിറ്റി ഉണ്ടാവില്ല. മൂന്നാമതായി വിരശല്യമാണ്. ഭക്ഷണം കഴിച്ചിട്ടും കുഞ്ഞിന് അത് ശരീരത്തിൽ പിടിക്കാതെ പോകാൻ ഇത് വിരശല്യം കാരണമാകും. അടുത്തതായി ശരിയായ ഉറക്കമാണ്. ഉറക്കത്തിലാണ് വളർച്ചാ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത്. തൂക്കം കൂടാൻ എന്തൊക്കെ ചെയ്യണം? അതായത് കലോറി ഡെൻസിറ്റിയാണ്. നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്താലും അത് കൂടുതൽ ഗുണം കിട്ടണം. ഉദാഹരണത്തിന് വെറും ചോറ് കൊടുക്കുന്നതിനേക്കാൾ അതിൽ ഒരു സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ചേർക്കുന്നത് കലോറി കൂട്ടും. ഇത് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വികാസത്തിനും തൂക്കം കൂടാനും അത്യാവശ്യമാണ്. അടുത്തതായി നേന്ത്രപ്പഴമാണ്. കുഞ്ഞുങ്ങൾക്ക് തൂക്കം കൂടാൻ ഏറ്റവും നല്ലത് നേന്ത്രപ്പഴമാണ്. ഇത് എങ്ങനെ നൽകണം? അതായത് പഴുത്ത ഏത്തപ്പഴം ആവിയിൽ പുഴുങ്ങി നടുവിലെ കറുത്ത വിത്തുകൾ കളഞ്ഞ് നന്നായി ഉടച്ച് നൽകുക. ഇതിൽ അല്പം നെയ്യ് കൂടി ചേർത്താൽ ഫലം ഇരട്ടിയാകും. അടുത്തതായി റാഗിയാണ്. റാഗിയിൽ കാൽഷ്യം മാത്രമല്ല അയണും ധാരാളമുണ്ട്. മിക്കവാറും കുഞ്ഞുങ്ങളിൽ തൂക്കം കുറയാൻ വിളർച്ച കാരണമായിരിക്കും. റാഗി നൽകുന്നതിലൂടെ രക്തം കൂടുകയും അതുവഴി സ്വാഭാവികമായി തൂക്കം വർദ്ധിക്കുകയും ചെയ്യും. അടുത്തതായി പ്രോട്ടീൻ. വളർച്ചയുടെ അടിസ്ഥാനമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. മസിലുകൾക്ക് ബലം കിട്ടണമെങ്കിൽ പ്രോട്ടീൻ അത്യാവശ്യമാണ്. മുട്ടയുടെ മഞ്ഞ, പരിപ്പ് വർഗ്ഗങ്ങളിലെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ 7 മാസം കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് നൽകി തുടങ്ങാം. പരിപ്പ് വർഗ്ഗങ്ങൾ നന്നായി വേവിച്ചുടച്ച് ചോറിൽ ചേർത്ത് നൽകാം. ഇത് കുഞ്ഞിന് ഹെൽത്തി വെയിറ്റ് നൽകും. അടുത്തതായി ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറാണ്. അതായത് കശുവണ്ടി, ബദാം, പിസ്ത എന്നിവ തുല്യ അളവിലെടുത്ത് വറുത്ത് പൊടിച്ച് കുറുക്കിലോ പാലിലോ ചേർത്ത് നൽകാം. ഇത് വളരെ കുറഞ്ഞ അളവിൽ നൽകിയാൽ പോലും നല്ല ഊർജം നൽകുന്ന ഒന്നാണ്. അടുത്തതായി ഗുണമേന്മയുള്ള കൊഴുപ്പാണ്. പലരും ചോദിക്കാറുണ്ട് നെയ്യ് കൊടുക്കാമോ എന്ന്. തീർച്ചയായും കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ 60% കൊഴുപ്പാണ്. ഭക്ഷണത്തിൽ ഒരു നെയ്യ് ചേർക്കുന്നത് തൂക്കം പെട്ടെന്ന് കൂടാൻ സഹായിക്കും. അടുത്തതായി വെളിച്ചെണ്ണയാണ്. ഏറ്റവും നല്ല ഫാറ്റ് ഉറവിടമാണ് വെളിച്ചെണ്ണ. കുറുക്കുകളിൽ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലതാണ്. അടുത്തതായി ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ബദാം, കശുവണ്ടി എന്നിവ വറുത്ത് പൊടിച്ച് കുറുക്കുകളിൽ ചേർത്ത് നൽകാം. ഉരുളക്കിഴങ്ങ്. ഇതിലെ അന്നജം അഥവാ സ്റ്റാർച്ച് പെട്ടെന്ന് തൂക്കം കൂടാൻ സഹായിക്കും. ഇത് പുഴുങ്ങി ഉടച്ച് നൽകാം. തൂക്കം കൂട്ടാനുള്ള ടിപ്സുകൾ പരിചയപ്പെടാം. തൂക്കം കൂടാൻ എന്തൊക്കെ ചെയ്യാം? അതായത് 3 നേരം വലിയ ഭക്ഷണം നൽകുന്നതിനേക്കാൾ 5-6 തവണയായി ചെറിയ അളവിൽ ഭക്ഷണം നൽകുക. കുഞ്ഞ് നന്നായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഉറക്കത്തിലാണ് കുഞ്ഞുങ്ങളുടെ വളർച്ച കൂടുതൽ നടക്കുന്നത്. നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കാതിരിക്കുക. കാരണം നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ കുഞ്ഞിന് ഭക്ഷണത്തോട് പേടി ഉണ്ടാക്കുകയും അത് വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. കുഞ്ഞിനെ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചോ കളിപ്പാട്ടങ്ങൾ കാണിച്ചോ കഴിപ്പിക്കാൻ ശ്രമിക്കുക. 2 വയസ്സ് വരെ മുലപ്പാൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓരോ കുഞ്ഞും സ്പെഷ്യലാണ്. അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.